രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ അന്നപൂർണേശ്വരി പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് ഒരു കാര്യം, എത്ര ആളെ ഭക്ഷണം കൊടുക്കാറുണ്ട് ഇവിടെ? ഇവിടെ ഉദയാസ്ഥാന പൂജാ ദിവസങ്ങളിൽ ഏകദേശം 100ഓളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ക്ഷേത്രം പറഞ്ഞു വരുന്നേ ഉള്ളൂ, എന്നാലും എല്ലാ മാസവും മുടങ്ങാതെ പോകും. അതുപോലെ ക്ഷേത്രത്തിൽ രാവിലെ എത്തുന്ന ദൂരദേശത്ത് വരുന്നവർക്ക് ലഘുഭക്ഷണവും രാവിലെ കൊടുക്കാറുണ്ട്. ആരെയും വെറുങ്കയോടെ ഇവിടെ നിന്ന് മടക്കി വിടാറില്ല. പക്ഷേ ഭക്ഷണ കഴിക്കൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഭഗവാന് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. അത് ഈ നാടിന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതോളം ഒരു സിദ്ധശാപം കിട്ടിയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സിദ്ധ പരമ്പരകളിൽ നിന്ന് ആ പരമ്പരകൾക്കൊക്കെ ഇവിടുന്ന് വളരെ മോശമായ അനുഭവങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ അജ്ഞാനത്തിൽ നിന്നും അവരെ ജ്ഞാനത്തിലേക്ക് വെളിച്ചം, ഇപ്പോൾ നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ മോനെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്ന, അതെ അതെ, നമുക്ക് ഈ ദേശത്തെ പറ്റി ഒന്നും അറിയില്ല. അതെ അതെ അതെ, നമുക്ക് ഈ ദേശത്തേക്ക് വരാനുള്ള വഴിയും ഈ ദേശത്തുള്ള ആരൊക്കെയോ നമ്മോട് ക്ഷണിച്ചു, ഗുരുജി അവിടെ വരണം, ഗുരുജി കാണണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ സമയമായിട്ടില്ല, ഓർത്ത് അങ്ങനെ നീണ്ടു പോയി ഒരു കൊല്ലം കഴിഞ്ഞു. പിന്നെ അവസാനം വീണ്ടും നിങ്ങളെ ആദ്യ പ്രതിഷ്ഠാ സമയത്തായിരുന്നു എന്നെ ക്ഷണിച്ചത്. ആരൊക്കെയോ ക്ഷണിച്ചോ, പിന്നെ ഒരു ഉത്തരവാദിത്തമില്ല ഒരാൾ ക്ഷണിക്കാതെ നമുക്ക് വരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിൻ്റെതായ ഒരു മര്യാദയിൽ നമ്മൾ കയറി വരണ്ടെങ്കിൽ ഭഗവാൻ തന്നെ ക്ഷണിക്കണം, അല്ലെ? ഏറ്റവും വലിയ ആളോ അദ്ദേഹമാണ്. അദ്ദേഹം ക്ഷണിക്കാതെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല. കാരണം ഞാനൊന്നേ പറയുന്നുള്ളൂ, സാക്ഷാൽ വൈകുണ്ഠായത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പവും മനസ്സിലായിട്ടില്ല. കാരണം ജനങ്ങള് ഇവിടെ വരുന്നെന്ന് വെച്ചാൽ എന്തോ ഒരു ഇതിന്റെ മുകളിൽ വന്നു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പലരും ഇവിടെ നിഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ ചിന്തിക്കണം, എങ്ങനെയാണ് ഇങ്ങനെ അഭിവൃദ്ധിപ്പെടുന്നത്, എങ്ങനെ ഇവനെന്താ ബാക്കിലൊന്നും പരിപാടിയുണ്ടോ, ഇതിന്റെ പുറകെ എന്തെങ്കിലും ചാത്തന സേവയും ചെയ്തിട്ട് മായ കൊണ്ടുവരണം, ഇതൊന്നും അല്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, എവിടെയോ കിടക്കുന്ന ഹിമാലയത്തിൽ കിടക്കുന്ന ഒരാള് നിങ്ങളെ തേടി വരണ്ടെങ്കിൽ ഒന്നുമില്ലാണ്ട് വരില്ല, ഇല്ലേ? അത് ജനങ്ങളും കൂടി മനസ്സിലാക്കും കൂടി പറഞ്ഞതാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചൊന്നുമല്ല, അല്ലേ? നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയോ ചെയ്തത്, ഇങ്ങനെ ഒരു സംഗതി എനിക്ക് ചെയ്യണം, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. അദ്ദേഹം അതിനൊരു മടിയും കാണിക്കാതെ 2 കൈ നീട്ടി സ്വീകരിച്ചു. 100% ശരി, നിങ്ങൾ വരൂ, നമ്മളെ ഭഗവാനെ നിങ്ങൾ വന്നു കാണും, അല്ലെ? അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഇത് നമ്മൾ തമ്മിൽ ഇവിടെ ഭഗവാന്റെ മുന്നിൽ സാക്ഷാത് ശ്രീരാമസ്വാമിന്റെ മുന്നിൽ വെച്ച് രാമായണം ചൊല്ലുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത് സമ്പാദനം ചെയ്യുന്നത്, അല്ലേ? ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാല് ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ പാകപ്പെടുത്താൻ വേണ്ടി കാരണം പണ്ടാര പറഞ്ഞ യേശുവിന് ഒരു കുരിശേ ചുമക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കുരിശുകൾ ചുമക്കേണ്ട അവസ്ഥ. അത് മാത്രമല്ല, പാവം ചെയ്യാതെ ഒരു കല്ലേറിയെന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് മൊത്തം കല്ലേറാന്നല്ലോ കിട്ടിയത്. അപ്പൊ അതാണ് അന്ന് തന്നെ ഹിമാലയത്തിൽ നിന്ന് ചരൺപ്രയാഗിൽ വെച്ചിട്ട് പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു പൂർണ്ണ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു 9 മാസം പ്രായമായ ഒരു അമ്മയുടെ വേദന ഈ ഘട്ടത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു കാരണവശാലും നീ അത് ഇട്ടെറിഞ്ഞു പോകരുത്, നിന്റെ കർമ്മം അത് പൂർത്തീകരിച്ചു പറ്റും. അത് ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധങ്ങളുടെ ഭാഗമാണ്, അത് സിദ്ധഭൂമിയാണ്. അപ്പോൾ അവിടെ പരിപൂർണ്ണ സമർപ്പണമുള്ള ധനം മാത്രമേ അവിടെ സ്വീകരിക്കപ്പെടുള്ളൂ. എല്ലാവർക്കും അവിടെ അതിന്റെ ഭാഗമാകാൻ കഴിയില്ല. എന്നാൽ ഭാഗമാകാൻ കഴിയുന്നവരുടെ അനേക ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങളെ പോലും ഇല്ലാണ്ടാക്കുന്ന പുണ്യസങ്കേതമായിട്ട് അത് മാറും. ധൈര്യമായി ഇരിക്കുമെന്ന് പറഞ്ഞു. അത് ശരിക്കും വാക്ക് വളരെ അന്വർത്ഥമാവുന്ന വിധത്തിലായിരുന്നു കഴിഞ്ഞ 4.5 വർഷക്കാലം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. കാരണം അത്രമാത്രം മാനസികമായിട്ടുള്ള വിഷമം. പക്ഷെ ഇത് നമുക്ക് ഇവിടെ കയറി വന്നപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടുത്തെ പാവം എന്ത് കർമ്മം ചെയ്താലും തീരില്ല. കാരണം എന്താ വെച്ചാൽ തീർക്കാൻ വേണ്ടി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നത് മാത്രം. പക്ഷെ അതെല്ലാവരും ഒത്തൊരുമയോടുകൂടി വരണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്റെ ദേശത്തെ ജനങ്ങളുടെ പാവം തീരണം, അത് എന്റെ ഒരു ദൗത്യമായി കാണുന്നു. അത് മാത്രമല്ല, രണ്ടാമത് നിങ്ങൾ അത് എങ്ങനെ തീർക്കുന്നത്? അന്നം കൊണ്ടാണ് തീർക്കുന്നത്. അന്നം കൊണ്ട് തീരാതെ പാവങ്ങളില്ലെന്നാ പറയും. അപ്പൊ താങ്കൾ പുറമെ ഇങ്ങനെ ചിരിച്ച് നടക്കുന്നതേ ഉള്ളൂ. ഉള്ളുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയാൻ എങ്ങനെ കഴിയും? എവിടെയെങ്കിലും ഞാൻ പൊട്ടി തകർന്നു പോകുന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അതെ, പക്ഷെ അവിടുന്ന് ഒക്കെ ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ കൈപിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നു. 1 ഉറുപ്പ്യ കയ്യിലുണ്ടായിന്, അല്ല ഞാൻ പറയാം, 1 ഉറുപ്പ്യ കയ്യിലുണ്ടായിന്. ആ 1 ഉറുപ്പ്യ കൊണ്ടാണ് ബാക്കിയുള്ള ഓരോന്നും ഉറുമ്പ് സ്വരൂപിച്ച് വെക്കുന്ന പോലെ ഓരോന്നും സ്വരൂപിച്ച് ഇത്തരം വരെ എത്തിച്ച്. ഇനിയിപ്പോ എന്ന് വെച്ചാല് ചുറ്റമ്പലം കൂടി വന്നു കഴിഞ്ഞാൽ, നടപ്പന്തൽ കൂടി വന്നു കഴിഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂർ പോലത്തെ ഒരു ക്ഷേത്രമായിരിക്കും. ഗോപുരമാണ് മഹർഷി പറഞ്ഞിരിക്കുന്നത്. നവഗ്രഹത്തിന് പ്രാധാന്യമുള്ള ഒരു ഗോപുരം, തമിഴ്നാട്ടിൽ നിന്ന് സൂര്യശിലയോട് കൂട്ടുള്ള ഗോപുരം ഇവിടെ വരുന്ന പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ നിങ്ങളെ ഗുരു തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, എന്റെ വാക്കിന് അപ്പുറപ്പുറവും പോവില്ല. ഞാനൊരു വരച്ച വരമ്പ് നിന്നിട്ട് ഓൻ അത് ചെയ്യും. ഓനത് പൂർത്തിയാക്കുന്നവരും അവന് ഉറക്കം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല,
അങ്ങനെയാണോ ഈ സമയം വരെ ചെയ്തുകൊണ്ടിരുന്നത്. ഓനൊരു പ്രതിഫലം വെച്ചോ എനിക്ക് അതിൽ നിന്നൊന്നും കിട്ടുമോ എന്ന് കരുതിയിട്ടൊന്നല്ല ഈ സമയം വരെ ചെയ്തിട്ടില്ല. അതെ, അതാ പറഞ്ഞത്. അപ്പം അത് ഈ സമയം വരെ ആത്മാർത്ഥമായി ഗുരുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര പേര്. ഇനി അങ്ങോട്ട് മാറിപ്പോയിരുന്നു. കാരണം ഗുരു നിങ്ങളെ കൂടെ തന്നെ, പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഫീൽ ചെയ്തെന്ന് വെച്ചാൽ അഗസ്റ്റ് ഗുരുദേവനെയാണ്. അഗസ്റ്റ് ഗുരുദേവനും ലോപമുദ്രാദേവിയും കൂടിയാണ്. അമ്മയും കൂടി ചേർന്നിട്ടാണ് അത്രയും നിങ്ങളെ മുന്നിൽ ഒരു മകനെ പോലെ ചേർത്ത് പിടിച്ച് ചെയ്യുന്നത്. ഇത് ലോകത്തിന് എത്ര പേർക്ക് അറിയുന്നറിയില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് ഈ ദേശത്ത് വരുന്ന ഒരാളാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ദേശത്ത് വരുന്നത് മാത്രമല്ല, ആരുടെയും ക്ഷണനോ ആരെങ്കിലും എന്നെ ഉന്തി പറഞ്ഞു വരുന്നതല്ല. ഞാനൊരു അതുമല്ല യാത്ര തുടങ്ങുന്നത്. പക്ഷെ ഭഗവാൻ ഓരോ സമയത്തും, ഗുരുനാഥൻ ഓരോ സമയത്തും അതിനുള്ള വഴികൾ ഒരുക്കി തന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയാനുള്ള, എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഒന്നിനും പിന്നാലെ പോകണ്ട. എല്ലാം നിനക്ക് വേണ്ടുന്ന എന്താണോ അതെല്ലാം ധൃതി പിടിക്കാതെ അല്ല, സമയം എല്ലാം എത്തിക്കോളും. ഉപ്പ് തൊട്ട് കൽപ്പൂരം മുതൽ ഒന്നും നടക്കില്ല. ഗുരുവിനറിയാം, അതായത് മഹർഷിക്കറിയാം ഇവിടെ ഏത് സമയത്ത് എന്താ വേണ്ടേ എന്നുള്ളത് കൃത്യമായിട്ട് മഹർഷിക്കറിയാം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പണികളും എടുക്കുന്നത് അത്രയും കൃത്യതയിലാണ്. രണ്ടാമത് പൊളിച്ച് പണിയുടെ വീട്ടിൽ എടുക്കുന്നില്ല. അതെ, അത് ചെയ്തിരിക്കുന്നത് അത് വലിയൊരു മറ്റെവിടെയും കാണാത്തൊരു സംവിധാനം. അത് എത്രയോ കാലങ്ങൾക്ക് വേണ്ട ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അന്ന് മഹർഷി പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ദക്ഷിണ ബദരി എന്നുള്ള നാമത്തിൽ ഒരു കാലത്ത് ഇത് അറിയപ്പെടും. അപ്പൊ അതേപോലെ തന്നെയാണ് ബദരിയിലെ ആഞ്ജനേയ സ്വാമിയും അന്നപൂർണേശ്വരിയും കുടികൊള്ളുന്ന അതേ സങ്കല്പം തന്നെ ഭഗവാന്റെ അതേ പൂർണ്ണശ്രീ ഭാവത്തിലാണ് വിഷ്ണു കൂടെ കുടികൊള്ളുന്നത്. പക്ഷേ ഒരു സങ്കടമേ ഉള്ളൂ, എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേശവാസികളും ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞു വരുമ്പോൾ കുറെ വൈകിപ്പോകും. അതാണ്. പക്ഷെ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, എവിടുന്നൊക്കെയോ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന് ഈ ചില കലാകാരന്മാരാ സ്വന്തം നാട്ടുകാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല. ലോകം മുഴുവൻ അംഗീകരിച്ചാലും അവർ അംഗീകരിക്കില്ല. അതുപോലെയായിരുന്നു. കാരണം ഇവിടുത്തെ ദേശവാസികൾ വിശ്വാസികളാണോ ചോദിച്ചാൽ വിശ്വാസികൾ തന്നെയാണ്, എല്ലാം ഒന്നും പറയുന്നില്ല. പക്ഷെ അന്നന്ന് ജീവിച്ചു പോകുന്ന വരുവാണ് അവർക്ക്. അതെ, അവർക്ക് മറ്റൊരു എന്താ പറയാ, അതിനൊരു 100 ഉറുപ്പിക എടുത്ത് തന്നു കഴിഞ്ഞാൽ പോലും അവർ അത്ര ബുദ്ധിമുട്ടി പോകുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും അവർ സാമീപ്യം ഇവിടെ എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതങ്ങനെ മതി നമുക്ക്, അല്ലേ? കൂടെ തന്നെ ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. കൂടെ തന്നെ നിന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ ചെയ്തോളാന്നാ പറഞ്ഞത്. അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ചിരിക്കുന്ന മുഖം കണ്ടാൽ മതി, നിങ്ങൾ ആരും കരയുന്ന കാണരുത്, അല്ലേ? അത്രയല്ലേ ലക്ഷ്യം. ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്തും ഈശ്വരനോട് പ്രാർത്ഥിച്ചത് തന്നെയാണ് ലോകത്തിന്റെ സമസ്ത ജലാചരങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരണം. ആരെക്കൊണ്ട് വീടുന്നൊരു ദോഷവും വിഷമവും മനോവിഷമവും ഉണ്ടാവരുത്. മനുഷ്യന്റെ ദുഃഖങ്ങളും വിഷമങ്ങൾക്ക് ഒരു ആശ്വാസം വാക്കായിട്ട് നമ്മൾ മാറണം. ഇവിടുന്ന് മംഗല്യം നടക്കാറുണ്ട്. കല്യാണം ഇപ്പൊ ഒരു 7ഓളം ഇവിടുന്ന് രജിസ്റ്റേർഡ് ഉണ്ടോ? അതെ, പിന്നെ അതായ പഞ്ചായത്ത് പോയി ചെയ്തു പോകും, അല്ലേ? സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ അതുപോലെ ഇവിടെ പിന്നെ ചോറൂണുണ്ടോ? ചോറൂണ് എല്ലാ കർമ്മങ്ങളും ഇതൊക്കെ ചെയ്യും. തുലാഭാരമുണ്ടോ? തുലാഭാരം അതിന്റെ ഒരാഴ്ചക്കുള്ളിൽ തുലാഭാരം ഇവിടെ സ്ഥാപിക്കും. പിന്നെ അതുപോലെ തന്നെ കെട്ട് അറിയണ്ടെന്ന് പറഞ്ഞു, അല്ലെ? പിന്നെ ഇത് നൂല് കെട്ടുണ്ടോ? ഉണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാലത്ത് നെല്ല് മൂറിയിട്ട് കൊണ്ടിട്ട കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എല്ലാ ആചരണങ്ങളും അതെ. പക്ഷേ പിന്നീട് അത് എന്തുകൊണ്ട് സംഭവിച്ചു വെച്ചാൽ അത് തേടിപ്പോണ്ട കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ആഴത്തിൽ ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ട വെച്ചാൽ നമുക്ക് ചുറ്റും അനേകം ഗുരുക്കന്മാരും യോഗികളും സിദ്ധന്മാരും ചുറ്റും നിൽക്കുന്ന ഒരു അനുഭൂതി നമുക്ക് പ്രത്യക്ഷമായ അനുഭവങ്ങൾ നമുക്ക് അതെ ഉണ്ടായിരുന്നു. സാക്ഷിയായിട്ട് കണ്ടിട്ടുണ്ട്. അതെ അതെ. ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഇരിക്കുന്നവർക്കും അനുഭവം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഈ ഇത്രയും ദിവസം കാരണം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമുക്ക് വരുമ്പോ എല്ലാം ഒരുക്കി തന്നില്ല, അല്ലേ? അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ആഹാരം തരണം, അത് എന്നാലേ അത് പൂർണ്ണതയിൽ എത്തും. അതങ്ങനെയാണ്. കാരണം ആഹാരത്തിനോട് ആഗ്രഹം കൊണ്ടല്ല പറയുന്നത്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ തീർത്ഥം വാങ്ങി കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും സന്തോഷമായി. എത്ര മണിക്കാണ് നട തുറക്ക്? നട തുറക്കല് രാവിലെ 5:30 നട തുറക്കാറുള്ളത്. രാവിലെ തന്നെ 10:30 നടയടക്കും. അതുപോലെ വൈകുന്നേരം 5:30 തുറന്ന് രാത്രി 8 മണിക്ക് നടയടക്കും. തിരക്കുള്ള ദിവസങ്ങളിൽ ആൾക്കാർ ദൂരദേശത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ 11 മണി വരെ അത്. അതെ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വെച്ചാൽ, നിങ്ങളെ ക്ഷേത്രത്തിൽ അഥവാ ഇനി ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ എവിടെ നിങ്ങൾ അറിഞ്ഞിട്ടോ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും കൂടി നിൽക്കും, അല്ലേ? ഒന്ന് നിങ്ങളെ നമ്പർ പറഞ്ഞേക്കും. ഇവിടെ വരണ്ടേ? എന്റെ മൊബൈൽ നമ്പർ ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ 62 62 38 02 6 189. ഇവിടെ വരേണ്ട വഴി മാർഗം ഒന്ന് പറഞ്ഞു കൊടുത്തേ. തളിപ്പറമ്പിൽ നിന്ന് വരികയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്താണ് തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ നിന്നാണ് ഈ തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു. തളിപ്പറമ്പിൽ നിന്ന് 19 കിലോമീറ്റർ ക്ഷേത്രത്തിലേക്കുണ്ട്.
കണ്ണൂർ ജില്ലയിൽ 2 തലവിലുണ്ട്, 2 തലവിൽ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. പക്ഷെ ഇത് തളിപ്പറമ്പിനടുത്തുള്ള തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇതുള്ളത്. ഇത് ചപ്പാരപ്പുട് വഴിയാണ് ഇവിടേക്ക് വരേണ്ടത്. ബസ് മാർഗം വരികയാണെങ്കിൽ തളിപ്പറമ്പ് നിന്ന് പെരുമ്പടവ് ബസ്സിന് കയറി തലവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് ഇറങ്ങേണ്ടത്. ഈ സ്ഥലം കണ്ടക്ടറോടോ അല്ലെങ്കിൽ പറഞ്ഞു ക്ഷേത്രം മനസ്സിലാവും. തീർച്ചയായും മനസ്സിലാവും. പയ്യന്നൂർ ഭാഗത്ത് വരുന്നതാണെങ്കിൽ പയ്യന്നൂർ മാതമംഗലം വഴി ഏരിയ ആണപ്പുഴ എടക്കോം തലവ് അങ്ങനെയാണ് വരേണ്ടത്. കോഴിക്കോട് നിന്നും വരുന്നെങ്കിൽ എവിടെ വന്നിറങ്ങും? കോഴിക്കോട് വരുന്നുണ്ടെങ്കിലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തളിപ്പറമ്പ് ടച്ച് ചെയ്യാതെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. എന്തായാലും തളിപ്പറമ്പ് ടച്ച് ചെയ്തേ വരാൻ പറ്റില്ല. ശരിക്കും തളിപ്പറമ്പ് നിർത്ത് എത്ര കിലോമീറ്റർ ഉണ്ടാവും? തളിപ്പറമ്പ് 19 കിലോമീറ്റർ കൃത്യമായിട്ടുണ്ട് അല്ലേ? 19 കിലോമീറ്റർ. കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഏകദേശം 19 21 40 കിലോമീറ്റർ 45 കിലോമീറ്റർ ഉള്ളിൽ എന്തായാലും വരും. താഴെ റോഡാണ്. നിങ്ങൾക്ക് വാഹനം ക്ഷേത്രം മിറ്റം വരെ എത്തും അല്ലേ? നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി. പിന്നെ മംഗല്യം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം അല്ലേ? എന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പേ നിങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്പം പഴയ പോലെ നിയമമല്ല അല്ലേ? അതിന് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ചോറൂണായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടിക്ക് അരിയിലെതിക്കലായിക്കോട്ടെ നിങ്ങൾ മുൻകൂട്ടി പറയണം എന്തായാലും അല്ലേ? മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. പിന്നെ കെട്ടുകാരൊന്നും പിന്നെ അത് പ്രശ്നമല്ല. അത് നിങ്ങൾ ആ ഒരു 2 ദിവസം അങ്ങനെ വന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മലേഷ്യൻ്റെ അടുത്തുള്ള കൂട്ടറിലേ വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെട്ടുകാരിക്കാൻ ദൂരം നിന്ന് വരുന്ന കൂട്ടർക്കും താല്പര്യം ഉണ്ടെങ്കിൽ തലമുള്ള വഴി ഒരുക്കി തരും. പിന്നെ നമ്മളിവിടെ അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടരുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായി ഇപ്പം നേരത്തെ പറഞ്ഞ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എത്ര പേർക്കാണ് അന്നം കൊടുക്കേണ്ടത് വെച്ചാൽ അത് മുൻകൂട്ടി പറഞ്ഞാൽ മതി അല്ലേ? പിന്നെ ഇവിടെ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് പിന്നെ ഭക്ഷണത്തിന്റെ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഭക്ഷണം ഏകദേശം 80ഓളം ആൾക്കാർക്ക് കൊടുക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. ഊട്ടുവരെയുണ്ട് അല്ലേ? അഗ്രശാലയായിട്ട് തന്നെ ഇവിടെ ചെയ്ത് പാരമ്പര്യമായി പായ വിരിച്ച് നിലത്ത് എല്ലാം ചെയ്യാറ് അല്ലേ? അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇലയിൽ തന്നെ കൊടുക്കുന്നത് അല്ലേ? പിന്നെ ഇത് സരസ്വതി മണ്ഡപം ഒത്തിരി പേര് ഇവിടെ സംഗീത അർച്ചന നടത്തിയിട്ടുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷമായി ഇത് പൂർത്തിയായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അരങ്ങേറ്റം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയാണ് ചിത്രമേനെ പോലുള്ള വലിയ ഗായികയൊക്കെ ഇവിടെ വന്നു ചേരാനുണ്ട്. അപ്പൊ അത് വന്നു ചേരട്ടെ. ചിത്രമ്മയൊക്കെ നമ്മൾ ഈ കമ്പല്ലൂര് മഹാദേവി ക്ഷേത്രമുണ്ട്, കമ്പല്ലൂരൊക്കെ ചിത്രമ്മ വന്ന് പാടിയിട്ടുണ്ട്. ചിത്രാമ്മന്റെ പിറന്നാളാണ് ഇപ്പൊ അടുത്ത ദിവസം വരുന്നത്. അപ്പം എന്തായാലും അതിനും നിങ്ങളെ ഒരു ഇത് പറയാം, ആശംസ പറയാം. ഇവിടെ ദേവീന്റെ സാമീപ്യം എവിടെയാണുള്ളത്? ചാമുണ്ടി, വനചാമുണ്ടിയാണ് ഇത് നാടിന്റെ അധിപതി. അത് എവിടെയാണ്? അപ്പുറത്തെ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് വായുകോളിലാണ് അമ്മേനെ അതെ അത് കൊടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. അത് ലാസ്റ്റോട്ട് ഇറങ്ങുമ്പം ചെയ്യാന്ന് വെച്ചിട്ടാണുള്ളത്. പിന്നെ അതുമല്ല അവിടെ പിന്നെ ഈ കവള സമ്പ്രദായത്തിലാണ് ഇപ്പൊ വൈദികമായിട്ട് ചെയ്യുന്നത് മാത്രം. കെട്ടിയാടലുണ്ട് ഇവിടെ? കെട്ടിയാടില്ല. ആ സംവിധാനത്തിൽ കടക്കണം, ഘട്ടം ഘട്ടമായി അതിലേക്ക് കിടക്കണം. അല്ല എന്ന് വെച്ചാല് വനചാമുണ്ടി അപൂർവങ്ങളായി കേൾക്കുന്ന ചാമുണ്ടിയാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തേണ്ടെങ്കിൽ കുറച്ചും കൂടി പോകണം. കാരണം കാവലായിട്ട് ഓരേ കാവൽ നടക്കില്ല. അമ്മ തന്നെയാണ് വഴി നടത്തുന്നത്, അമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, എല്ലാ അഭയവും. അതെ. ഇവിടെ എത്ര മുനിയറുകളുണ്ട്? മുനിയറുകൾ 7ഓളം മുനിയറുകൾ. എവിടെയൊക്കെയാണ് ഉള്ളത്? ഒന്ന് ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെയാണുള്ളത്. നിലവില് സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഈ മുനിയറുകളായതുകൊണ്ട് അവർ 2-3 എണ്ണം അവര് മണ്ണിട്ട് മൂടിയിട്ടുള്ളത്. എങ്കിലും തുറന്നു കിടക്കുന്നത് ഏകദേശം 5ഓളം മുനിയറുകളുണ്ട്. 2 ക്ഷേത്രം പരിസരത്തിന്, മറ്റുള്ളവരുടെ വീടുകളും പരിസരത്തൊക്കെ. അതെ. അത് നിങ്ങൾ നമ്മളെ ഒരിക്കലും കൂടി ക്ഷണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ജനങ്ങൾ വരുന്ന ഒരു ദിവസം ഏതാ പ്രധാനപ്പെട്ട ദിവസം വെച്ചാൽ ആ ദിവസം ഒന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് നടക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞല്ലോ. അപ്പൊ അത് അതെപ്പോ വരുന്നത്? 15-ാം തീയതി. 15-ാം തീയതിയാണ് വരുന്നത്. പിന്നെ അന്ന് നിങ്ങളൊന്ന് തന്നെ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വരും. ആ സമയത്ത് നമുക്ക് ഈ മുന്നേറിയും മലയിലൊന്ന് പോവാം. അതെ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വെച്ചാൽ നമ്മളെ ഗുരുനാഥൻ അഗസ്ത്യ ഗുരുദേവനും അതിന്റെ മുകളിലാണുള്ളത്. അതെ അതെ. ആടെ എന്തുകൊണ്ടാ വെച്ചാൽ ഓരത്ത് കയറിയിരിക്കുന്ന വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അത് 2005 അഗസ്ത്യനാടി വൈത്തീശ്വരൻ കോവിൽ നോക്കിയപ്പോൾ, കണ്ണൂരിലൊക്കെയുള്ള കൂട്ടായ്മക്കാർ നോക്കിയപ്പോൾ ഇങ്ങനെ 17 കിലോമീറ്റർ നാടുകാണി ദൂരത്തിലൊരു മലയുണ്ട്, ആ ശിവൻമല. ആ മലയിലാണ് മഹർഷിയുടെ സാന്നിധ്യം ഇപ്പോൾ ഉള്ളത്. അവിടെ ധ്യാനജ്ഞാന മണ്ഡപമാണ് പണിയുന്നത്. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? അവിടത്തേക്കും ഒരു 2 കിലോമീറ്റർ. എവിടേക്ക്? ഇവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ചുറ്റി പോകുന്നതുകൊണ്ട് ഏകദേശം 2 കിലോമീറ്റർ നടക്കും. മാർഗമില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്തതിന് തീർച്ചയായിട്ടും നിങ്ങളെ ഗുരുവിന്റെ സാമീപ്യം അവിടെ അനുഭവപ്പെട്ടോണ്ട് പറയുന്നതാണ്. അദ്ദേഹം നമ്മളിപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മുകളിലേക്ക്. അപ്പം അതിന് നിങ്ങളെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പോകാനും കഴിയൂ. അതുകൊണ്ടാണ് പറഞ്ഞേ. അപ്പൊ നമുക്ക് ഒരു ദിവസം നമുക്ക് പോവാം. ആടുന്ന് മുതൽ നിങ്ങളെ പിന്നെയും മാറ്റം വരാൻ തുടങ്ങും. പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കാൻ തുടങ്ങും. അതൊരു പേജ് മറിക്കുക എന്ന് പറയും അല്ലെ? അതാണ് പറയുന്നത്. അപ്പൊ അത് പിന്നെ സ്വർണ്ണകുംഭം കൊണ്ട് ഇവിടെ അഭിഷേകം ചെയ്യേണ്ട യോഗം ഉണ്ടെന്നാ പറഞ്ഞത്. അതായത് സ്വർണ്ണകുംഭം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യേണ്ട സ്ഥാനം. ഭഗവാൻ ഒരുപാട് തിരുവാഭരണമൊക്കെ വന്നു ചേരേണ്ടതാണ്. എല്ലാം ബൈക്ക് ബ്ലോക്കായി നിൽക്കുകയെന്ന് ഓരോ സ്ഥലത്ത്. അതെ.
അതെല്ലാം വരും, അതെല്ലാം വരും. സ്വർണ്ണ കിരീടത്തോടുകൂടി ഭഗവാൻ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായിട്ട് അല്ലേ? അത് ഭഗവാൻ തന്നെ അതിനെ ഒരുക്കി തട്ട്. അത് ചിരിക്കുന്ന മുഖം മാത്രം എപ്പം കണ്ടത്, ഇനി കരയുന്ന മുഖം ഉണ്ടാവരുത്. നിങ്ങളെ ഉള്ളിലാ പറഞ്ഞത്. ഇനി വീഴ്ചയില്ല, ഇനി ഉയർച്ച മാത്രമാണ്. മനസ്സിലായ? സന്ധ്യാസമയത്ത് ഭഗവാൻ എല്ലാ ദേശവാസികളെല്ലാം നല്ല മനസ്സിന് ഉടമകളാണ്. എല്ലാവരും നിങ്ങളെ ചേർത്ത് പിടിക്കും, നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. മതിയില്ലേ? നല്ല നമസ്കാരം.